നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ മരിച്ച അമർ ഇബ്രാഹിമിന്റെ മൃതദേഹം കബറടക്കം മുള്ളരിങ്ങാട് ജുമാ മസ്ജിദിൽ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം മന്ത്രി റോഷി അഗസ്റ്റിൻ, MP ഡീൻ കുര്യാക്കോസ് എന്നിവർ അമറിന്റെ വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. കാട്ടാന ആക്രമണത്തിൽ മരിച്ച അമർ ഇബ്രാഹിമിന്റെ കുടുംബാംഗങ്ങളെ മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശിച്ചു. വന്യമൃഗ ആക്രമണം തടയാൻ സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യും. ഇടുക്കി പാക്കേജിൽ പ്രത്യേക പദ്ധതി ഉണ്ടാകുമെന്നും ഇതിന് വനം വകുപ്പുമായി ആലോചിക്കുമെന്നും മന്ത്രി. LDF-നെതിരെ UDF-ഉം BJP-യും നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെ കട്ടപ്പനയിൽ നടത്തിയ നയവിശദീകരണ യോഗം MM മണി MLA ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യ സംബന്ധിച്ച് വിശദമായ പരിശോധന ആവശ്യമാണെന്ന് MM മണി. പീരുമേട് താലൂക്കിലെ അടച്ചുപൂട്ടിയ ലയങ്ങളുടെ നവീകരണത്തിന് സർക്കാർ അംഗീകാരം നൽകിയ എസ്റ്റിമേറ്റ് തുകയുടെ അന്തിമ ഉത്തരവിറക്കി തൊഴിൽ വകുപ്പ്. ലയങ്ങളുടെ നവീകരണത്തിനായി തയ്യാറാക്കിയിരിക്കുന്നത് 33,70,000 രൂപയുടെ എസ്റ്റിമേറ്റ്. കാലതാമസം കൂടാതെ ലയങ്ങളുടെ നവീകരണം പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി. വിശദമായ വാർത്തകൾ. മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ മരിച്ച അമർ ഇബ്രാഹിമിന്റെ മൃതദേഹം കബറടക്കി. മുള്ളരിങ്ങാട് ജുമാ മസ്ജിദിൽ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷമായിരുന്നു കബറടക്കം. മന്ത്രി റോഷി അഗസ്റ്റിൻ, MP ഡീൻ കുര്യാക്കോസ് എന്നിവർ അമറിന്റെ വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. പുലർച്ചെയോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അമറിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു മേയാൻ വിട്ട പശുവിനെ വീട്ടിലേക്ക് കൊണ്ടുവരാനായി പോയ അമറിനെ കാട്ടാന ആക്രമിച്ചത്. അപ്രതീക്ഷിതമായാണ് അമറിന് നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. കാട്ടാനയെ കണ്ട് പേടിച്ചോടിയ സുഹൃത്തിനും പരിക്കേറ്റിരുന്നു. സുഹൃത്ത് മൻസൂറിന്റെ കാലിനാണ് പരിക്കേറ്റത്. ഇദ്ദേഹം ചികിത്സയിലാണ്. മുള്ളരിങ്ങാട് ജുമാ മസ്ജിദിൽ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷമായിരുന്നു അമറിന്റെ ഖബറടക്കം. മന്ത്രി റോഷി അഗസ്റ്റിൻ, ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. യുവാവിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൽ LDF, UDF, NDA മുന്നണികൾ ഹർത്താൽ നടത്തി. കാട്ടാന ആക്രമണത്തിൽ മരിച്ച അമർ ഇബ്രാഹിമിന്റെ കുടുംബാംഗങ്ങളെ മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശിച്ചു. വന്യമൃഗ ആക്രമണം തടയാൻ സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടുക്കി പാക്കേജിൽ പ്രത്യേക പദ്ധതി ഉണ്ടാകുമെന്നും ഇതിന് വനം വകുപ്പുമായി ആലോചിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഒരു ആശ്വാസധനം മാത്രമാണ്. അമറിന്റെ നമ്മളെല്ലാവരും വിഷമത്തിലും വേദനയിലും ആയിരിക്കുന്നു. എങ്കിലും അത്തരം സമ്മർദ്ദങ്ങളിൽ സാധ്യമായത് ചെയ്യുക എന്ന തലത്തിൽ 4 ലക്ഷം രൂപ SDR CMDRF നിന്ന് 6 ലക്ഷം രൂപയും പക്ഷെ അതുകൊണ്ട് മാത്രം ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നല്ല. ജനങ്ങളുടെയും സ്വാഭാവികമായി എല്ലാവരുടെയും മനസ്സിൻ്റെ ദുഃഖമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ ജില്ലയിലെ അതിരൂക്ഷമായ ഇത്തരം പ്രതിസന്ധികളെ നേരിടുന്ന പ്രദേശങ്ങളിൽ ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ്. എന്നാൽ എല്ലായിടങ്ങളിലും ഒരുപോലെ അത് രൂപപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. എങ്കിലും ഈ വിഷയവും ഇതിൻ്റെ ഗൗരവമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞാൻ കഴിഞ്ഞ 6 മാസം മുമ്പ് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു. എവിടെയാണ് രൂക്ഷമായ പ്രശ്നമെന്ന് കണ്ട് ഫോറസ്റ്റുമായി സഹകരിച്ച് എൻ്റെ MLA ആസ്തി വികസനമന്ത്രിയിൽ നിന്നും ഞാൻ തുക നൽകാൻ തയ്യാറാണെന്നവർ അറിയിക്കുന്നു. MLA-മാരും MP-മാരും അതോടൊപ്പം ഗവൺമെൻറ്റും ഫോറസ്റ്റും എല്ലാം ഒരുമിച്ച് സഹകരിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ നമുക്ക് അത്തരത്തിലുള്ള സുരക്ഷിതമായ ഒരു സാഹചര്യം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് പരിപാടി. കട്ടപ്പനയിലെ നിക്ഷേപന്റെ ആത്മഹത്യ സംബന്ധിച്ച് വിശദമായ പരിശോധന ആവശ്യമാണെന്ന് MM മണി MLA. LDF-നെതിരെ UDF-ഉം BJP-യും നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെ കട്ടപ്പനയിൽ നടത്തിയ നയവിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തങ്ങൾക്ക് ആകെ പറ്റിയ അബദ്ധം കോൺഗ്രസ് കട്ടുമുടിച്ച സൊസൈറ്റി ഏറ്റെടുത്തു എന്നുള്ളത് മാത്രമാണെന്നും MM മണി പറഞ്ഞു. കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യ സംബന്ധിച്ച് വിശദമായ പരിശോധന ആവശ്യമാണ്. റൂറൽ കോഓപ്പറേറ്റീവ് ബാങ്കിലെ നിക്ഷേപകന്റെ ആത്മഹത്യയിൽ ദുഃഖമുണ്ട്. വ്യാപാരിയുടെ നിക്ഷേപം കോൺഗ്രസിന്റെ കാലത്ത് നടത്തിയതാണ്. നിലവിൽ കോൺഗ്രസ് കട്ടുമുടിച്ച സൊസൈറ്റി ഏറ്റെടുത്തു എന്നുള്ള വയ്യാവേലിയാണ് തങ്ങൾ പിടിച്ചതെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉടുമ്പൻചോല MLA MM മണി പറഞ്ഞു.
മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ, വല്ല ചികിത്സ ചെയ്തിരുന്നോ, അതിന് ഡോക്ടറെ സമീപിച്ചിരുന്നോ, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ പാവമാരെല്ലാം ഞങ്ങളുടെ തലയിലേക്ക് കെട്ടിവെച്ച് ഞങ്ങളുടെ ബന്ധത്ത് കയറാൻ വന്നാൽ അതൊന്നും ഞങ്ങളുടെ അടുത്ത് ചിലവാകില്ല, ഞങ്ങൾ അതിനൊന്നും വഴങ്ങില്ല എന്ന കാര്യം അസന്നിഗ്ധമായി പറയാൻ ഞങ്ങളെ ഈ പാവമാരെ ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് ഏത് മാന്യനാണേലും ഏത് പുല്ലനാണേലും അതൊന്നും ഞങ്ങൾക്ക് ബാധകമാകില്ലെന്ന കാര്യം ഞാൻ വ്യക്തമാക്കാൻ ഈ അവസരം വിനിയോഗിക്കുക. BJP ഒരു ഭാഗത്ത്, കോൺഗ്രസ് മറുഭാഗത്ത്, ഇല്ലേ? കോൺഗ്രസ്സുകാർ ഭരിച്ച് മുടിച്ച് തേച്ച് കഴിയും എന്നതാണ്. പിന്നെ ആകെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, എന്താണ്? പിന്നെ ഈ മഹാഭാവി ഞങ്ങൾ ഏറ്റവും എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലുള്ള പ്രശ്നം. ഏത് മുടിച്ച് തേച്ച് കഴിയും പോയാൽ പോയായിരുന്നോ? അത് ഞങ്ങൾക്ക് വലിയൊരു അബദ്ധമാണ്. യോഗത്തിൽ VR ശശി അധ്യക്ഷനായിരുന്നു. CV വർഗീസ്, KS മോഹനൻ, മാത്യു ജോർജ്, VR സജി, മനോജ് തോമസ്, ലൂയിസ് വേഴമ്പത്തോട്ടം, ആൽവിൻ തോമസ്, MC ബിജു, ടോമി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. നയവിശദീകരണ യോഗത്തിന് മുന്നോടിയായി കട്ടപ്പന നഗരത്തിൽ LDF പ്രകടനവും നടത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആവേശോജ്ജലമായ പ്രകടനം ഇവിടെ താരയിലൂടെ ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പകർച്ചവ്യാധി, പട്ടിണി, പ്രകൃതിക്ഷോഭം, വന്യമൃഗശല്യം, കെടുതികളെല്ലാം തരണം ചെയ്ത് ജീവിതം പടുത്തുയർത്തിയ മലയോര കുടിയേറ്റ കർഷക ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമര പോരാട്ടങ്ങൾക്ക് എന്നും മുന്നിൽ നിന്ന് വടനയിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ജന്മിത്വത്തിന്റെ വരാള കഷ്ടങ്ങളിൽ കടന്നുപെടുന്ന കേരള ജനതയെ പീരുമേട് താലൂക്കിലെ അടച്ചുപൂട്ടിയ ലയങ്ങളുടെ നവീകരണത്തിന് സർക്കാർ അംഗീകാരം നൽകിയ എസ്റ്റിമേറ്റ് തുകയുടെ അന്തിമ ഉത്തരവിറക്കി തൊഴിൽ വകുപ്പ്. 33,70,000 രൂപയുടെ എസ്റ്റിമേറ്റാണ് ലയങ്ങളുടെ നവീകരണത്തിനായി തയ്യാറാക്കിയിരിക്കുന്നത്. സംസ്ഥാന നിർമ്മിതി കേന്ദ്രമാണ് ലയങ്ങളുടെ നവീകരണം നടത്തുക. മനുഷ്യാവകാശ കമ്മീഷനും വിഷയത്തിൽ ഇടപെടൽ നടത്തിയിരുന്നു. കാലതാമസം കൂടാതെ ലയങ്ങളുടെ നവീകരണം പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മനുഷ്യാവകാശ പ്രവർത്തകൻ ഗിന്നസ് മാടസ്വാമി പറഞ്ഞു. പീരുമേട് താലൂക്കിലെ അടച്ചുപൂട്ടിയ ലയങ്ങളുടെ നവീകരണത്തിന് വേണ്ടി സർക്കാർ 33,70,000 രൂപയുടെ എസ്റ്റിമേറ്റിന് അംഗീകാരം നൽകിയും ഇപ്പോൾ തൊഴിൽ വകുപ്പ് അതിൻ്റെ അന്തിമ ഉത്തരവും കൂടി ഇറക്കിയിരിക്കുകയാണ്. സംസ്ഥാന നിർമ്മിതി കേന്ദ്രമായിരിക്കും ഈ ലയങ്ങളുടെ നവീകരണം ഏറ്റെടുത്ത് നടത്താൻ പോകുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് തൊഴിൽ വകുപ്പിനും അതുപോലെ തന്നെ സംസ്ഥാന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും നിവേദനം നൽകിയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ കൂടി ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വരും കാലങ്ങളിൽ ഉടൻ തന്നെ ഈ അടച്ചുപൂട്ടിയ ലയങ്ങളുടെ നവീകരണം പൂർത്തിയാക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറ്റകുറ്റപ്പണികൾക്കായി കല്ലാർകുട്ടി അണക്കെട്ടിലെ വെള്ളം വറ്റിച്ച സാഹചര്യത്തിൽ അണക്കെട്ടിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മണലും ചെളിയും കൂടി നീക്കാൻ നടപടി വേണമെന്ന ആവശ്യം. വെള്ളം പൂർണ്ണമായി വറ്റിച്ചതോടെ അണക്കെട്ടിൽ വലിയ തോതിൽ അടിഞ്ഞുകിടക്കുന്ന ചെളിയും മണലും ദൃശ്യമാണ്. ഇവ നീക്കം ചെയ്ത് അണക്കെട്ടിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം. 2018 പ്രളയകാലത്തുൾപ്പെടെ കല്ലാർകുട്ടി അണക്കെട്ടിലേക്ക് വലിയ തോതിൽ ചെളിയും മണലും വന്നടിഞ്ഞിട്ടുണ്ട്. ഇത് അണക്കെട്ടിന്റെ സംഭരണശേഷിയെ പ്രതികൂലമായി ബാധിച്ചുവെന്നാണ് വാദം. ചെറിയ മഴ പെയ്താൽ പോലും അണക്കെട്ടിൽ വേഗത്തിൽ ജലനിരപ്പ് ഉയരുകയും ഷട്ടറുകൾ തുറക്കുകയും ചെയ്യേണ്ടുന്ന സ്ഥിതിയുണ്ട്. അറ്റകുറ്റപ്പണികൾക്കായി കല്ലാർകുട്ടി അണക്കെട്ടിലെ വെള്ളം വറ്റിച്ച സാഹചര്യത്തിലാണ് അണക്കെട്ടിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മണലും ചെളിയും കൂടി നീക്കാൻ നടപടി വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡാമിൽ ചെളിയും മണലും വന്ന് അടിഞ്ഞ് വെള്ളത്തിൻ്റെ സംഭരണശേഷി ഈ ഡാമിൽ വളരെ കുറവായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം പറ്റിച്ച ഈ അവസരത്തിൽ തന്നെ KSEB അടിയന്തരമായിട്ട് ഈ ചെളിയും മണലും നീക്കം ചെയ്താൽ വെള്ളത്തിൻ്റെ സ്റ്റോറേജ് കൂടുന്നതാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ സംഭരണശേഷി കൂട്ടാൻ വേണ്ട ഈ പ്രവൃത്തി ചെയ്തതിന് ശേഷം മാത്രം വെള്ളം റീസ്റ്റോർ ചെയ്യേണ്ടതാണ്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വെള്ളം പൂർണ്ണമായി വറ്റിച്ചതോടെ അണക്കെട്ടിൽ വലിയ തോതിൽ അടിഞ്ഞുകിടക്കുന്ന ചെളിയും മണലും ദൃശ്യമാണ്. ഓരോ മഴക്കാലം കഴിയുന്തോറും അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ചെളിയുടെയും മണലിന്റെയും അളവ് വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. അണക്കെട്ടിലെയും മണലും ചെളിയും നീക്കം ചെയ്താൽ സംഭരണശേഷി വർദ്ധിപ്പിക്കാമെന്നതിനൊപ്പം മണൽ വിറ്റഴിക്കുന്നതിലൂടെ വലിയൊരു തുക സർക്കാർ ഖജനാവിലേക്ക് എത്താൻ സഹായകരമാകുമെന്നും വാദമുയരുന്നു. വീടുകളുടെ അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അയൽ ജില്ലകളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെയാണ് മണൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ എത്തുന്നത്. ചെറുതോണിയിൽ പുതുതായി നിർമ്മാണം പൂർത്തിയാക്കിയ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഡിസംബർ 31-ാം തീയതി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കും. ചെറുതോണി ബസ് സ്റ്റാൻഡിന് എതിർവശത്താണ് ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത്. ചെറുതോണി ബസ് സ്റ്റാൻഡിന് എതിർവശത്ത് തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയോട് ചേർന്ന 3 നിലകളിലായി 7069 സ്ക്വയർ ഫീറ്റ്
വിസ്തീർണത്തിൽ ആധുനിക സൗകര്യങ്ങളോടെയാണ് അരവിന്ദം എന്ന പേരിൽ BJP ജില്ലാ കമ്മിറ്റി ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത്. 31-ാം തീയതി രാവിലെ 10 മണിക്ക് ഗൃഹപ്രവേശം, പാലുകാച്ചൽ ചടങ്ങ് എന്നിവ നടക്കും. തുടർന്ന് BJP ജില്ലാ പ്രസിഡന്റ് KS അജിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. ഭാരതീയ ജനതാ പാർട്ടി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ കാര്യാലയം 31/12/2024 തീയതി ബഹുമാന്യനായിട്ടുള്ള കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. കഴിഞ്ഞ 80 മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ രൂപീകരണം മുതൽ ഇടുക്കിയിൽ പ്രവർത്തകരുടെ വലിയ അഭിലാഷമായിരുന്ന, സ്വപ്നമായിരുന്ന ജില്ലാ കമ്മിറ്റിക്ക് സ്വന്തമായിട്ടുള്ള ഒരു ആസ്ഥാനം, ആ ഒരു സ്വപ്നം ഇതോടുകൂടി പൂവണിയുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി P. നാരായണൻ, സംസ്ഥാന സെക്രട്ടറി രാജീവ് പ്രസാദ്, മേഖലാ പ്രസിഡന്റ് N. ഹരി, ഓഫീസ് നിർമ്മാണ കമ്മിറ്റി കൺവീനർ MP. രാജഗോപാൽ തുടങ്ങിയവർ സംസാരിക്കും. ഉപ്പുതറ പരപ്പ് മാർത്തോമ ഭവൻ ചാവറ റിന്യൂവൽ സെന്ററിൽ വിശുദ്ധ ചാവറ പിതാവിന്റെ തിരുനാളും 1500 വിശുദ്ധരുടെ തിരുശേഷിപ്പ് വണക്കവും ജനുവരി 1, 2, 3 തീയതികളിൽ നടക്കുമെന്ന് അധികൃതർ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 3-ാം തീയതി കപ്പേളയിൽ അഭിവന്ദ്യ ജേക്കബ് മുരിക്കൻ പിതാവ് തിരുനാൾ സന്ദേശം നൽകും. 1-ാം തീയതി രാവിലെ 6-ന് ആരാധന, ജപമാല, 6:30-ന് കുർബാന, നൊവേന എന്നിവ നടക്കും. ഫാദർ എബ്രഹാം കുന്നപ്പള്ളി നേതൃത്വം നൽകും. വൈകിട്ട് 5 മണിക്ക് കുർബാന, നൊവേന തുടങ്ങിയവയ്ക്ക് ഫാദർ വർഗീസ് കുളമ്പള്ളി നേതൃത്വം നൽകും. 2-ാം തീയതി രാവിലെ 6-ന് ആരാധന, ജപമാല, 6:30-ന് കുർബാന, നൊവേന എന്നിവയ്ക്ക് ഫാദർ ലിജോ കൊച്ചുവീട്ടിൽ നേതൃത്വം വഹിക്കും. വൈകിട്ട് നടക്കുന്ന കുർബാനയ്ക്കും നൊവേനയ്ക്കും ഫാദർ ഡൊമിനിക് കാഞ്ഞിരത്തിനാൽ നേതൃത്വം നൽകും. 3-ാം തീയതി രാവിലെ 6 മണിക്ക് ആരാധന, ജപമാല, 6:30-ന് കുർബാന എന്നിവ നടക്കും. വൈകിട്ട് 5 മണിക്ക് കുർബാന, നൊവേന എന്നിവയ്ക്ക് ഫാദർ ജോബി മഞ്ഞക്കാലായിൽ നേതൃത്വം നൽകും. 6:30-ന് ജപമാല പ്രദക്ഷിണത്തിന് ശേഷം പരപ്പ് കപ്പേളയിൽ മാർ ജേക്കബ് മുരിക്കൻ സന്ദേശം നൽകും. ഉപ്പുതറ പരപ്പ് മാർത്തോമ ഭവനിലെ ചാവറ റിന്യൂവൽ സെന്ററിൽ വിശുദ്ധ ചാവറ പിതാവിൻ്റെ തിരുനാൾ ദിവസങ്ങളായ 1, 2, 3 തീയതികളിൽ നമ്മൾ ചാവറ പിതാവ് വിശുദ്ധ പദവിയിൽ എത്തിയതിൻ്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുനാൾ വിപുലമായി നടത്തുവാനായി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ വിശുദ്ധരുടെ 1500 തിരുശേഷിപ്പുകളുടെ വണക്കം പ്രത്യേകമായ വിധം ക്രമീകരിച്ചിരിക്കുന്നു. 1805 ഫെബ്രുവരി 10-ന് കുട്ടനാട്ടിലെ കൈനഗിരിയിലെ ചാവറപിതാവ് ജനിച്ചു. അന്നേ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളുടെ പ്രാർത്ഥന ചൈതന്യത്തിൽ വളർന്നു വരുവാൻ അദ്ദേഹത്തിന് ദൈവാനുഗ്രഹം ലഭിച്ചിരുന്നു. കേരളത്തിൻ്റെ ആധ്യാത്മിക, സാമൂഹിക, സാംസ്കാരിക നവോത്ഥാനത്തിന് നേതൃത്വം നൽകുവാൻ ചെറുപ്പത്തിൽ ലഭിച്ച പരിശീലനം അദ്ദേഹത്തിന് പ്രചോദനം നൽകി. ഈ വിശുദ്ധിയുടെ പരിമളമാണ് പിന്നീട് നാം കേരളത്തിലെങ്ങും കാണുന്ന അദ്ദേഹത്തിൻ്റെ സർവതോന്മുഖമായ ശുശ്രൂഷയുടെ വലിയ പിൻബലമായി നിന്നിരുന്നത്. തിരുനാൾ ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ രാത്രി 10 വരെ തിരുശേഷിപ്പുകൾ വണങ്ങാൻ അവസരമുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10,000-ലേറെ ആളുകൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ജോൺസൺ പന്തലാനിക്കൽ, റോയി എബ്രഹാം പുതുപ്പറമ്പിൽ, രാജൻ ജോസഫ് എന്നിവർ പങ്കെടുത്തു. കട്ടപ്പന ടൗൺ ഹാളിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. നഗരസഭയുടെ നേതൃത്വത്തിൽ 75 ലക്ഷം രൂപ വകയിരുത്തിയാണ് ടൗൺ ഹാൾ നവീകരിക്കുന്നത്. വിപുലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയാണ് നവീകരണ പ്രവർത്തനം. വർഷങ്ങളുടെ പഴക്കമുള്ള കട്ടപ്പന ടൗൺ ഹാൾ കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലേക്ക് നീങ്ങിയിരുന്നു. ഇതോടെയാണ് നഗരസഭ ടൗൺ ഹാൾ നവീകരിക്കാൻ തീരുമാനമെടുത്തത്. നഗരസഭ 75 ലക്ഷം രൂപ വകയിരുത്തിയാണ് ടൗൺ ഹാളിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി പറഞ്ഞു. കട്ടപ്പന നഗരസഭയുടെ കീഴിലുള്ള ടൗൺ ഹാള് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 75 ലക്ഷം രൂപയാണ് നഗരസഭ വകകൊള്ളിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മാർച്ചിന് മുമ്പ് ടൗൺ ഹാൾ പൂർണ്ണ സജ്ജമാക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് അത്തരം പദ്ധതികൾ ആരംഭിച്ചിരിക്കുന്നത്. അനുവദിച്ചിരിക്കുന്ന തുകയ്ക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടുതൽ തുക പിന്നീട് വകയിരുത്തുമെന്നും അധികൃതർ അറിയിച്ചു. വിപുലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയാണ് ടൗൺ ഹാളിന്റെ നവീകരണം. ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് നഗരസഭയുടെ ലക്ഷ്യം. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം നടത്തി. ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തന്ത്രജ്ഞനായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് നേതാക്കൾ അനുസ്മരിച്ചു.
ലോകം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്ന കാലത്ത് ഇന്ത്യയുടെ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് അവതരിപ്പിച്ച ധനബജറ്റ് ഇന്ത്യയെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കൈപിടിച്ചുയർത്തിയിരുന്നു. പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഘട്ടത്തിലും വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിലാണ് രാജാക്കാട്ടിൽ സംയുക്ത അനുശോചന യോഗം സംഘടിപ്പിച്ചത്. ഇന്ത്യയിൽ സാമ്പത്തികമായി അനുഭവപ്പെടാതിരിക്കാനുള്ള കാരണം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന 10 വർഷക്കാലം, അതിലെ ആദ്യത്തെ 5 വർഷക്കാലം അദ്ദേഹം എടുത്ത കഠിനമായ നിലപാടുകൾ ഒരു കൂട്ടുകക്ഷി ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായപ്പോഴും ആ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഗവൺമെന്റ് താഴെ പോകുന്ന സാഹചര്യം വരെ ഉണ്ടായ ആണവ കരാർ ഉൾപ്പെടെയുള്ള തീരുമാനം നടപ്പാക്കുന്ന സന്ദർഭത്തിൽ ഇച്ഛാശക്തിയോടുകൂടി ഈ ആണവ കരാർ ഈ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആവശ്യമാണ് എന്ന തന്റെ ഉറച്ച വിശ്വാസവും ഈ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പും വളരെ പ്രധാനമാണ് എന്ന് ഊന്നി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് കൂടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള ആളുകൾ പോലും ആ ഗവൺമെന്റിന് പിന്തുണ പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ട് പോലും താൻ വിശ്വസിച്ച നിലപാട്, തന്റെ നിലപാട് രാജ്യത്തിനും ജനതയ്ക്കും നല്ലതാണ് എന്ന് ബോധ്യമുണ്ടായ വെളിച്ചത്തിലാണ് ആണവ കരാർ ഉൾപ്പെടെ പാർലമെന്റിൽ പാസാക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായത്. മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി അധ്യക്ഷനായിരുന്നു. KPCC അംഗം R ബാലൻപിള്ള, ക്രിസ്തുരാജ ഫെറോന ഇടവക വികാരി ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് VS ബിജു, CPM ജില്ലാ കമ്മിറ്റി അംഗം VA കുഞ്ഞുമോൻ, കേരള കോൺഗ്രസ് മാണി വിഭാഗം ജില്ലാ സെക്രട്ടറി വിപിൻ ചെറുതാനിയിൽ, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മണ്ഡലം പ്രസിഡന്റ് സിബി കൊച്ചുവള്ളാട്ട്, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ജമാൽ ഇടശ്ശേരിക്കുടിയിൽ, CPI ഏരിയ സെക്രട്ടറി ഷിനു മരങ്ങാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. രാജീവ് ഫൗണ്ടേഷൻ യൂത്ത് ബ്രിഗേഡിയർ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീരുമേട്ടിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് അനുസ്മരണം സംഘടിപ്പിച്ചു. പീരുമേട് കോൺഗ്രസ് ഓഫീസിൽ നടന്ന അനുശോചന യോഗം മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ യോഗത്തിന്റെ ഭാഗമായി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടന്നു. തുടർന്ന് നടന്ന അനുശോചന യോഗത്തിൽ രാജീവ് ഫൗണ്ടേഷൻ യൂത്ത് ബ്രിഗേഡിയർ ഇടുക്കി ജില്ലാ ചെയർമാൻ മനോജ് രാജൻ അധ്യക്ഷനായിരുന്നു. അന്താരാഷ്ട്ര സമാധാന സംഘടന അംഗവും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി യോഗം ഉദ്ഘാടനം ചെയ്തു. നിരവധിയായ സാമൂഹിക പരിവർത്തനം നടത്താനുള്ള ആക്ടുകൾ, നിയമങ്ങൾ ഇദ്ദേഹം കൊണ്ടുവരാൻ മുൻകൈയെടുത്തു. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രശ്നം, 1ാം UPA സർക്കാർ കാലത്ത് ഇടതുപക്ഷ പാർട്ടികൾ ഒറ്റയടിക്ക് പിൻവലിച്ചു. എന്താണ് ആണവ കരാർ? ആണവ കരാറിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോയെന്നുമെങ്കിൽ ഇന്ന് അമേരിക്ക പോലുള്ള മറ്റ് ഏറ്റവും നേരത്തെ പറഞ്ഞ 4 സാമ്പത്തിക ശക്തികളിൽ നിന്നും നമുക്ക് മാറി നിൽക്കേണ്ടി വന്നേനെ. അവിടെ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മറ്റ് ഇറക്കുമതിയും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി നിർത്തിയാണ്. നമ്മൾ വിചാരിച്ച് തുമ്മിയാൽ തിരിക്കുന്ന ഒരു സർക്കാരാണ്. പെട്ടെന്ന് ഇത് സർക്കാർ പോകും എന്ന് പറഞ്ഞപ്പോൾ, മനസ്സിലാക്കിയപ്പോൾ, പത്രങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ എഴുതി തള്ളിയപ്പോൾ കുലുങ്ങിയില്ല. 1ാം UPA പോയിട്ട് 2ാം UPAയും വരാൻ അദ്ദേഹത്തിന് സാധിച്ചു, അല്ലെങ്കിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. KPCC അംഗം ഷാഹുൽ ഹമീദ്, DCC ജനറൽ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് യേശുദാസ്, പീരുമേട് മുൻ മണ്ഡലം പ്രസിഡന്റ് അന്തോണി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അനൂപ് ചെലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന പുരസ്കാരം നൽകി ആദരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. കട്ടപ്പന എക്സൈസ് റേഞ്ച് സംഘം അയ്യപ്പൻകോവിൽ ആനക്കുഴിയിൽ നടത്തിയ പരിശോധനയിൽ 16 ലിറ്റർ വാറ്റുചാരായവുമായി ഒരാൾ പിടിയിൽ. ആനക്കുഴി സ്വദേശി പുന്നക്കാലായിൽ സത്യനാണ് പിടിയിലായത്. ആനക്കുഴി തുരുത്തുഭാഗത്ത് വിൽപ്പനയ്ക്കായി ട്രോളി ബാഗുകളിൽ 32 കുപ്പികളിലായി സൂക്ഷിച്ചിരുന്ന 16 ലിറ്റർ വാറ്റുചാരായമാണ് കട്ടപ്പന എക്സൈസ് സംഘം പിടികൂടിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ പുന്നക്കാലായിൽ സത്യന്റെ വീടിനോട് ചേർന്നുള്ള ഷെഡിൽ നിന്നുമാണ് വാറ്റുചാരായം കണ്ടെത്തിയത്. കേസിലെ 1ാം പ്രതിയായ സത്യനെ വീട്ടിൽ നിന്നും എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. 2ാം പ്രതി സനീഷ് ഓടി രക്ഷപ്പെട്ടു. കട്ടപ്പന എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഷിജു ദാമോദരൻ, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സജിമോൻ, പ്രിവന്റീവ് ഓഫീസർമാരായ ജോബി തോമസ്, ജെയിംസ് മാത്യു, ബിജുമോൻ PK, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സിന്ധു വേലായുധൻ, സിവിൽ എക്സൈസ് ഓഫീസർ അജേഷ് VM, ഷിജു അഗസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. മൂന്നാർ ടൗണിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നുവെന്ന് പരാതി. മൂന്നാറിലെ വിദേശ മദ്യ വിൽപ്പനശാലയ്ക്ക് മുമ്പിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. ഇത് ആളുകൾക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുയർത്തുന്നു.
മൂന്നാർ കോളനി ഭാഗത്തുൾപ്പെടെ കുടിവെള്ളക്ഷാമം നേരിടുന്ന സാഹചര്യം നിലനിൽക്കെയാണ് മറ്റൊരിടത്തിങ്ങനെ വെള്ളം പാഴാകുന്നത്. മൂന്നാർ ടൗണിൽ പ്രവർത്തിക്കുന്ന വിദേശമദ്യ വിൽപ്പനശാലയ്ക്ക് മുമ്പിലൂടെ കുടിവെള്ള പൈപ്പ് പൊട്ടിയ വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങളായി. വെള്ളമൊഴുക്ക് സ്ഥിരമായതോടെ മദ്യവിൽപ്പനശാലയിലെത്തുന്ന ആളുകൾക്ക് ഇത് പ്രായോഗിക ബുദ്ധിമുട്ടുയർത്തുന്ന സ്ഥിതിയായി. മദ്യവിൽപ്പനശാലയിലേക്ക് എത്തുന്ന ആളുകൾക്ക് മാത്രമല്ല, വിൽപ്പനശാലയിലേക്ക് എത്തുന്ന ലോഡ് ഇറക്കുന്നതിനും കയറ്റുന്നതിനുമെല്ലാം പതിവായി ഇങ്ങനെ ഇതിലെ വെള്ളം ഒഴുകുന്നത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. போட்டாச்சு. இதில் தண்ணி வேஸ்ட்டாக போய்கிட்டு இருக்கு. அப்போது மக்களுக்காக வேண்டி இந்த தண்ணி போகக்கூடிய இலக்கு இந்த தண்ணி போய் வேஸ்ட்டாக போய்கிட்டு இருக்கு. எங்களுக்கு லோடு இறக்க முடியல. பொதுமக்களும் வந்து சரக்கு வாங்கிட்டு வெளியே போக முடியல. அது மாதிரி மாநிலங்களிலிருந்து வராங்க. அவங்க ஏன் இப்படி கிடக்குது, என்ன இருக்குன்னு இதுக்கு ரெஸ்பான்ஸே இல்லை. ஆனால் இது நீங்கள் சட்டபூர்வமாக நடவடிக்கை எடுத்து இந்த தண்ணியை பொதுமக்களுக்கு போய் கொடுக்குற மாதிரி வேஸ்ட் ஆகாமல் ஆளுங்களுக்கு போய் சேர்ற மாதிரி இந்த தண்ணியை திருப்பி விடும்படி மிக താഴ്മയോടും കേട്ടുകൊള്ളുന്നു. സ്ഥിരമായി വെള്ളമൊഴുകി ഈ ഭാഗം ചെളിക്കുണ്ടിന് സമാനമായി മാറിയ സ്ഥിതിയാണുള്ളത്. പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യം ഉയർന്നിട്ടും നടപടിയില്ലെന്നാണ് ആക്ഷേപം. മൂന്നാർ കോളനി ഭാഗത്തുൾപ്പെടെ കുടിവെള്ളക്ഷാമം നേരിടുന്ന സാഹചര്യം നിലനിൽക്കെ കൂടിയാണ് മറ്റൊരിടത്തിങ്ങനെ വെള്ളം പാഴായി പോകുന്നത്. പൊട്ടിയൊഴുകുന്ന കുടിവെള്ള പൈപ്പ് അടയ്ക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. ഹൈറേഞ്ചിലെ ആദ്യകാല വിദ്യാലയങ്ങളിലൊന്നായ വാഴത്തോപ്പ് സെന്റ് മേരീസ് LP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. സ്കൂൾ അങ്കണത്തിൽ ചേർന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമ പരിപാടികൾ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ഉദ്ഘാടനം ചെയ്തു. 1968 സ്ഥാപിതമായ വാഴത്തോപ്പ് വഞ്ചിക്കവല സെന്റ് മേരീസ് LP സ്കൂളിന്റെ തുടക്കം മുതൽ പഠിച്ചു ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ എത്തിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒത്തുചേരലാണ് സ്കൂൾ അങ്കണത്തിൽ നടന്നത്. ആദ്യകാല അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്ത പൂർവ്വ വിദ്യാർത്ഥി സംഗമം വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ഉദ്ഘാടനം ചെയ്തു. അന്നത്തെ 1966 പഠിച്ചിറങ്ങിപ്പോയ അതിനുശേഷം പഠിച്ചിറങ്ങിപ്പോയ ഒരു ചെറിയ തലമുറയ്ക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. നമുക്കറിയാം, ഇവിടെ ജോസഫ് സാറിനെ പറ്റി നിങ്ങൾ കുട്ടികൾ പഠിച്ചിരുന്ന ആൾക്കാർ ഇപ്പൊ പറഞ്ഞു, ഗൗരവക്കാരനും നല്ല മീശയൊക്കെയുള്ള ഗൗരവക്കാരനൊക്കെ ആയിരുന്നു. അന്ന് അധ്യാപകരെ നമ്മുടെ കുട്ടികൾക്ക് പേടിയായിരുന്നു. ഇന്നത്തെ സ്ഥിതി എന്നാ? ഇന്നത്തെ സ്ഥിതി അധ്യാപകർക്ക് കുട്ടികളെ പേടിയാണ്. അവരെ തല്ലാൻ പറ്റൂ, അവരെ നേരെ നോക്കാൻ പറ്റൂ, അവരെ നുള്ളിപ്പറിച്ചു കഴിഞ്ഞാൽ ആ ഓർമ്മ ഇന്ന് ഓർത്തിരിക്കുന്ന പോലെ അന്ന് നുള്ളിപ്പറിച്ചു കഴിഞ്ഞാൽ അധ്യാപകൻ ജയിലിൽ കിടക്കുന്ന സ്ഥിതി വരെയുള്ളൂ. ആ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യകാല പ്രധാനാധ്യാപകൻ ജോസഫ്, സഹ അധ്യാപകരായ വർഗീസ്, ഏലിക്കുട്ടി, സൽമ എന്നിവരെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉപഹാരങ്ങൾ നൽകിയും ഷാൾ അണിയിച്ചും ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടന സ്കൂളിന് നൽകുന്ന കമ്പ്യൂട്ടർ സ്കൂൾ മാനേജർ ഫാദർ എൽദോസ് ജോൺ ഏറ്റുവാങ്ങി. അലുമിനി അസോസിയേഷന്റെ ലോഗോ പ്രകാശനം അധ്യാപിക ഏലിക്കുട്ടി നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ PN സതീശൻ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡിറ്റാച്ച് ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടിൻഡു സുഭാഷ്, നിമി ജയൻ, സ്കൂൾ ഹെഡ് മിസ്റ്റർ സുമി എബ്രഹാം, KM ജലാലുദ്ദീൻ, PK ജയൻ, അലുമിനി അസോസിയേഷൻ ഭാരവാഹികളായ സജി M കൃഷ്ണൻ, സെക്രട്ടറി സുമ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്രിസ്തീയ സഭ ഐക്യം വിളിച്ചോതി പീരുമേട് ക്രിസ്ത്യൻ അസോസിയേഷൻ നേതൃത്വത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ സമാധാന റാലിയും എപ്പിസ്കോപ്പൽ എക്യൂമിനിക്കൽ ക്രിസ്മസ് പുതുവത്സരാഘോഷ പരിപാടികളും പാമ്പനാറിൽ സംഘടിപ്പിച്ചു. പീരുമേട് MLA വാഴൂർ സോമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. പഴയ പാമ്പനാറിൽ നിന്നും ആരംഭിച്ച ക്രിസ്തുമസ് പുതുവത്സര സമാധാന റാലിയോടുകൂടിയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് പാമ്പനാർ സേക്രഡ് ഹാർട്ട് ദേവാലയ അങ്കണത്തിൽ നടന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങിൽ സേക്രഡ് ഹാർട്ട് ഇടവക വികാരി ഫാദർ ജോസ് കാടന്തുരുത്ത് അധ്യക്ഷനായിരുന്നു. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം പീരുമേട് MLA വാഴൂർ സോമൻ നിർവഹിച്ചു. ഇന്നിപ്പോൾ അറിയാം, സഭകൾ പോലും പല വിഷയത്തിൻ്റെയും പേരിൽ ഭിന്നിച്ചു നിൽക്കുന്ന കാഴ്ചയെ നമ്മളൊരു ഭാഗത്ത് കാണുന്നുണ്ട്. അതേ സന്ദർഭത്തിൽ ഇവിടെ രണ്ട് സഭകൾ വളരെ പ്രത്യാശാപൂർവ്വം പറയുന്നു, യോജിച്ച് ഇത്തരമൊരു പരിപാടി വെച്ചതിലുള്ള അതിയായ സന്തോഷം ഇവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ MLA എന്ന നിലയിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ്. ജനങ്ങൾ ഐക്യത്തോടെ പോകണമെന്നാണ് എല്ലാ മതങ്ങളും ആഗ്രഹിക്കുന്നത്. ജനങ്ങളെ മുന്നോട്ട് നയിക്കുക, സമൃദ്ധിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം. തുടർന്ന് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു.
പീരുമേട് ക്രിസ്ത്യൻ അസോസിയേഷൻ സെക്രട്ടറി സാബു വി ജോസഫ്, കമ്മിറ്റി അംഗങ്ങളായ ഡേവിഡ്, സാമുവൽ രാജ, ജോൺ ജോസഫ്, ജോൺ പോൾ, പാമ്പനാർ CSI ഇടവക വികാരി ഫാദർ സുനിൽ പി ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. രാജാക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വീതി കലാ സാംസ്കാരിക വേദിയുടെ 15ാമത് വാർഷികവും പുതുവത്സരാഘോഷവും 31 വൈകിട്ട് 4 മുതൽ രാജാക്കാട് ടൗണിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഷോർട്ട് ഫിലിം ഫെസ്റ്റ്, ഗസൽ, നാടൻപാട്ട്, ഗാനമേള, ചെണ്ടമേളം എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടക്കും. വൈകിട്ട് 4 നടക്കുന്ന കവിയരങ്ങ് നെടുങ്കണ്ടം BEd കോളേജ് പ്രിൻസിപ്പൽ രാജീവ് പുലിയൂർ ഉദ്ഘാടനം ചെയ്യും. സിജു രാജാക്കാട് അധ്യക്ഷത വഹിക്കും. 5 മണിക്ക് നടക്കുന്ന പൊതു സാംസ്കാരിക സമ്മേളനത്തിന്റെയും വാർഷിക പതിപ്പിന്റെ പ്രകാശനത്തിന്റെയും ഉദ്ഘാടനം വയലാർ ശരത്ചന്ദ്രവർമ്മ നിർവഹിക്കും. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് വാർഷിക പതിപ്പ് ഏറ്റുവാങ്ങും. വീതി പ്രസിഡന്റ് KC രാജു അധ്യക്ഷത വഹിക്കും. കവി KT രാജീവ്, വീതി ട്രഷറർ AP റഫീഖ്, ജോസ് കോനാട്ട തുടങ്ങിയവർ സംസാരിക്കും. വൈകുന്നേരം 4 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള സമയത്തിനുള്ളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുകയാണ്. കവിയരങ്ങ്, സാംസ്കാരിക സമ്മേളനം, പ്രതിഭകളെ ആദരിക്കൽ, ഷോർട്ട് ഫിലിം ഫെസ്റ്റ്, ഗസൽ, നാടൻപാട്ട്, ഗാനമേള എന്നിങ്ങനെ നാടിനെ പുളകച്ചാർത്തണിയിക്കുന്ന പരിപാടികളുമായി 15ാം വാർഷികം കൊണ്ടാടുകയാണ്. ഈ മഹത്തായ സംരംഭത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ശ്രീ വയലാർ ശരത്ചന്ദ്രവർമ്മയാണ്. ഇതിലെ 15ാം വാർഷികാഘോഷങ്ങളോടൊപ്പം തന്നെ നമ്മൾ പുതുവർഷത്തെ വരവേൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ശ്രീ KC രാജു, അതുൽ ഗംഗ എന്നിവർ നയിക്കുന്ന ഗസലും, അതോടൊപ്പം തന്നെ പ്രശസ്ത നാടൻ കലാകാരായ സതീഷ് കരിമല, ജിഷി രാജൻ, സുരേഷ് രാജാക്കാട് എന്നിവർ നയിക്കുന്ന ഗാനമേളയും, അതോടൊപ്പം തന്നെ അയോധ്യ കലാസമിതി രാജാക്കാട് നയിക്കുന്ന ചെണ്ടമേളവും ഉണ്ടായിരിക്കുന്നതാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ് പ്രതിഭകളെ ആദരിക്കും. ബേബി ജോർജ് ആദ്യകാല ഗായകൻ സുകുമാരൻ ആശാനെ ആദരിക്കും. ഷോർട്ട് ഫിലിം അവാർഡ് വിതരണം KP സബീഷ് നിർവഹിക്കും. കോമൺവെൽത്ത് വെള്ളി മെഡൽ ജേതാവ് നിവേദ്യ L നായരെ ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് നാടൻപാട്ടും ഗാനമേളയും നടക്കും. കട്ടപ്പന വലിയപാറ കലാരഞ്ജിനി വായനശാലയുടെയും പൗരാവലിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. ഒരു ഗ്രാമത്തിന്റെ തന്നെ ഉത്സവമായിട്ടാണ് കലാരഞ്ജിനി വായനശാലയുടെയും വലിയപാറ പൗരാവലിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചത്. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് വലിയൊരു അഭിമാനമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓണം വരുമ്പോൾ ഓണാഘോഷം നടത്താറുണ്ട്, ക്രിസ്മസ് വരുമ്പോൾ ക്രിസ്മസ് ആഘോഷം നടത്താറുണ്ട്. പക്ഷെ നമ്മുടെ പ്രദേശത്ത് നമ്മൾ മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മളൊരു ഉൾപ്രദേശത്താണ്. എങ്കിലും വലിയപാറ എന്ന ഈ കൊച്ചു പ്രദേശം പുറം നാടുകളിൽ അല്ലെങ്കിൽ പുറത്തേക്ക് അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് വലിയപാറ. പരിപാടിയിൽ വലിയപാറ സുലഭം കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. പദ്ധതിക്കായി ടാങ്ക് നിർമ്മിക്കാൻ സ്ഥലം വിട്ടു നൽകിയ KV കുര്യാക്കോസിനെയും കുളം നിർമ്മിക്കാൻ സ്ഥലം വിട്ടു നൽകിയ കല്യാൺ സോമനെയും പദ്ധതി നടപ്പിലാക്കിയ ഇറിഗേഷൻ വകുപ്പ് AE സാബു, കോൺട്രാക്ടർ അനിൽ എന്നിവരെയും ആദരിച്ചു. പരിപാടിയുടെ ഭാഗമായി കലാസന്ധ്യ, സ്നേഹവിരുന്ന്, ആകാശവിസ്മയം, ലേലം, കരോക്കെ ഗാനമേള, സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ്, DJ ഷോ എന്നിവയും നടന്നു. നഗരസഭാ കൗൺസിലർ സിജു ചക്കുമുട്ടിൽ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി, കൗൺസിലർമാരായ രാജൻ കാലാച്ചിറ, സിജോമോൻ ജോസ്, കലാരഞ്ജിനി വായനശാല സെക്രട്ടറി KD രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് CM ഭാസ്കരൻ, ചെയർമാൻ സുമൽ കാച്ചനൂലി, കൺവീനർ റോഹിത് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നടക്കുന്ന വിന്റർ മ്യൂസിക്കൽ നൈറ്റ്സിൽ സഞ്ചാരികളുടെ തിരക്കേറുന്നു. മ്യൂസിക്കൽ നൈറ്റ്സ് ഒരാഴ്ച പിന്നിടുമ്പോൾ 1,00,000-ലധികം ആളുകൾ ഗാർഡനിലെത്തി മടങ്ങി. ദിവസവും വൈകിട്ട് 6 മുതൽ 9 വരെ നീളുന്ന വിവിധ കലാപരിപാടികളാണ് മ്യൂസിക്കൽ നൈറ്റ്സിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ടാണ് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വിന്റർ മ്യൂസിക്കൽ നൈറ്റ്സ് ക്രമീകരിച്ചിട്ടുള്ളത്. 21 മുതൽ 31 വരെയാണ് പരിപാടികൾ നടക്കുന്നത്. ദിവസം കഴിയുന്തോറും ബൊട്ടാണിക്കൽ ഗാർഡന്റെ രാത്രി കാഴ്ചകൾ ആസ്വദിക്കാനും കലാപരിപാടികൾ കാണുവാനും എത്തുന്നവരുടെ തിരക്കേറുകയാണ്. മ്യൂസിക്കൽ നൈറ്റ്സ് ഒരാഴ്ച പിന്നിടുമ്പോൾ 1,00,000-ലധികം ആളുകൾ ഗാർഡനിലെത്തി മടങ്ങി.
21-ാം തീയതി തുടങ്ങിയതാണ്. ഇപ്പോൾ 7 ദിവസമായി. 7 ദിവസം കൊണ്ട് ഏതാണ്ട് 25,000 മുകളിൽ ആൾക്കാർ ഓൾറെഡി കയറി കഴിഞ്ഞു. വന്ന ഗസ്റ്റിനെല്ലാം വളരെ നല്ല അഭിപ്രായമാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞു കൂടുതൽ ആൾക്കാരെ ഇപ്രാവശ്യം നമുക്ക് കുട്ടനാടൻ ഗാർഡൻ സന്ദർശിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ദിവസവും വൈകിട്ട് 6 മുതൽ 9 വരെ നീളുന്ന വിവിധ കലാപരിപാടികളാണ് മ്യൂസിക്കൽ നൈറ്റ്സിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് പൂന്തോട്ടത്തിൽ നടക്കുന്ന മ്യൂസിക്കൽ ഫൗണ്ടന് കാഴ്ചക്കാർ ഏറെയുണ്ട്. സഞ്ചാരികൾക്ക് കാഴ്ചകളുടെ വിരുന്നൊരുക്കി ബൊട്ടാണിക്കൽ ഗാർഡനിൽ വിദേശി ഇനത്തിൽപ്പെട്ട അസീലിയ ഉൾപ്പെടെ 3000-ലധികം തരത്തിലുള്ള പൂക്കളും ചെടികളും ക്രമീകരിച്ചിട്ടുണ്ട്. ശൈത്യകാലം ആരംഭിച്ചതോടെ ഗാർഡനിലെ ചെടികളെല്ലാം പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. പ്രത്യേക വൈദ്യുതാലങ്കാരങ്ങളും സഞ്ചാരികളെ ആകർഷിക്കാൻ പോകുന്നതാണ്. കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ, വാച്ച് ടവർ, ഗ്ലാസ് ഹൗസ്, ഭക്ഷണശാല, മഴമറ പൂന്തോട്ടം, ശുചിമുറികൾ, സെൽഫി പോയിന്റ്, ആന, ജിറാഫ്, കാട്ടുപോത്ത്, ദിനോസർ ശില്പങ്ങൾ, നടപ്പാതകൾ, റെയിൻ ഷെൽട്ടറുകൾ, വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവയും ഗാർഡനിലുണ്ട്. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് പ്രവേശന നിരക്ക്. രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് പ്രവേശന സമയം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. RNS സ്പൈസസ് ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 107. വിൽപ്പനയ്ക്ക് വന്നത് 27,107. വിൽപ്പന നടന്നത് 26,189. കൂടിയ വില 3,201. ശരാശരി വില 2,978. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 630 രൂപ. ഏലം കൂടിയ വില 2,800. ഏലം ശരാശരി വില 2,500. കാപ്പിപ്പരിപ്പ് 400. ഗ്രാമ്പു 925. കൊക്കോ 150. റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,150 രൂപ. വെള്ളി 99. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ മരിച്ച അമർ ഇബ്രാഹിമിന്റെ മൃതദേഹം കബറടക്കി. കബറടക്കം മുള്ളരിങ്ങാട് ജുമാ മസ്ജിദിൽ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം മന്ത്രി റോഷി അഗസ്റ്റിൻ, MP ഡീൻ കുര്യാക്കോസ് എന്നിവർ അമറിന്റെ വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. കാട്ടാന ആക്രമണത്തിൽ മരിച്ച അമർ ഇബ്രാഹിമിന്റെ കുടുംബാംഗങ്ങളെ മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശിച്ചു. വന്യമൃഗ ആക്രമണം തടയാൻ സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യും. ഇടുക്കി പാക്കേജിൽ പ്രത്യേക പദ്ധതി ഉണ്ടാകുമെന്നും ഇതിന് വനം വകുപ്പുമായി ആലോചിക്കുമെന്നും മന്ത്രി. LDF-നെതിരെ UDF-ഉം BJP-യും നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെ കട്ടപ്പനയിൽ നടത്തിയ നയവിശദീകരണ യോഗം MM മണി MLA ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യ സംബന്ധിച്ച് വിശദമായ പരിശോധന ആവശ്യമാണെന്ന് MM മണി. പീരുമേട് താലൂക്കിലെ അടച്ചുപൂട്ടിയ ലയങ്ങളുടെ നവീകരണത്തിന് സർക്കാർ അംഗീകാരം നൽകി എസ്റ്റിമേറ്റ് തുകയുടെ അന്തിമ ഉത്തരവിറക്കി തൊഴിൽ വകുപ്പ്. ലയങ്ങളുടെ നവീകരണത്തിനായി തയ്യാറാക്കിയിരിക്കുന്നത് 33,70,000 രൂപയുടെ എസ്റ്റിമേറ്റ്. കാലതാമസം കൂടാതെ ലയങ്ങളുടെ നവീകരണം പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.